ആദ്യം ഡോക്ടർ സോയ ജോസഫ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. നമ്മുടെ സംവിധാനങ്ങളുടെ പിടിപ്പുകേടിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണിത് എന്ന്. എന്തായാലും ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നു. പെൺകുട്ടി തനിക്കുണ്ടായ തിക്താനുഭവങ്ങൾ പുറത്ത് പറയുന്നു. അതിനുശേഷം ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഇപ്പോഴിതാ 44 പേർ പിടിയിലാകുന്നു. പോലീസ് ശരിയായ ദിശയിലല്ലേ? അന്വേഷണം ശരിയായ ദിശയിലല്ലേ? ഇല്ല, ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് 5 വർഷം കടന്നുപോയിട്ടുള്ള ഒരു ട്രോമയാണ്. ഒരു കേവലം നമ്മുടെ സംവിധാനങ്ങൾ ശക്തമായിരുന്നെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരോടെങ്കിലും പറയാൻ കഴിയുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സ്കൂളുകളിൽ ഉൾപ്പെടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ആ സംവിധാനങ്ങളൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം അതൊക്കെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ, വളരെ പ്രോപ്പറായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ 5 കൊല്ലം ആ കുട്ടി ഇടപെട്ടിരുന്ന സ്കൂളുകളിൽ അല്ലെങ്കിൽ കായിക മേഖലയിലോ അതുമായി ബന്ധപ്പെട്ടൊന്നും ആരോടും പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ അത്തരം കൗൺസിലിങ്ങുകളോ ഒന്നും. കാരണം നമ്മുടെ സ്കൂളുകളിൽ എന്തെങ്കിലും ഇത്തരത്തിലൊരു അപകടം പറ്റുമ്പോൾ അത് തുറന്ന് പറയാനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ സ്നേഹിത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെയൊക്കെ 5 വർഷം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. 1800 ദിവസങ്ങൾ എന്ന് പറയുന്നതും നിസ്സാരമല്ല. നിരന്തരമായി നമുക്ക് ഒഴിവാക്കാമായിരുന്ന 64 ആളുകളിലേക്ക് എത്തുന്ന എത്രയോ നീണ്ട, അല്ലെങ്കിൽ ഒരാൾ തന്നെ പലതവണ ഉപയോഗിക്കപ്പെട്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും, പലതവണ ഇത്തരത്തിലൊരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ ആ കുട്ടി കടന്നു പോകേണ്ടി വന്ന 5 വർഷങ്ങൾ നമ്മൾ ആലോചിക്കണം. അതൊരു നിസ്സാര കാര്യമായി നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. ഇപ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇനിയും കുട്ടികൾ ഒരുപക്ഷെ സ്കൂളുകളിൽ ഉണ്ടാവാം, വീടുകളിൽ ഉണ്ടാവാം, അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ നമ്മുടെ വിദ്യാലയങ്ങൾ, അധ്യാപകർ എന്നൊക്കെ പറഞ്ഞ, കാരണം മാതാപിതാക്കൾക്ക് പലപ്പോഴും വലിയ പരിധികളുണ്ട്. പ്രത്യേകിച്ചും മിഡിൽ ക്ലാസ്സിനും അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിനും ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്നൊക്കെ വരുന്ന, അത് എക്കണോമിക്കലി ആവാം, സോഷ്യലി ആവാം, എന്തുമാവാം. അപ്പൊ അത്തരത്തിലൊക്കെ വരുന്ന ഇടങ്ങളിൽ വലിയ പരിധികളും പരിമിതികളും ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരം ഇടങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ, സ്കൂളുകളുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഇതൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. പക്ഷെ അത്തരം ഒരു ഘടകം പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ്. ഇപ്പോൾ പോലും ഇപ്പം CWCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവിടുന്ന് ഒരു കൗൺസിലറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് പുറത്തേക്ക് വന്നു എന്നുള്ളതും നമുക്ക് പിന്നെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ഞാൻ താങ്കളിൽ നിന്ന് ആരംഭിക്കാൻ കാരണം, നമുക്കറിയാം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയം, അത് നടി ഹണി റോസ് നൽകിയ പരാതി. അതിന്മേൽ വ്യവസായി കൂടിയായിട്ടുള്ള, സാമ്പത്തികമായി വലിയ ഉയർന്ന പദവിയിൽ നിൽക്കുന്ന, നിരവധി ഫാൻസ് ഉള്ള, നിരവധിയായ ആളുകൾക്ക് ജോലി നൽകുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി ജയിലിൽ അകപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ 6 ദിവസത്തിന് ശേഷം മാത്രം ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം ഇപ്പോഴും പുറത്തിറങ്ങുന്നില്ല. അപ്പോൾ തീർച്ചയായും ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ടാകാം, പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഒരു പരാതി മുന്നിലേക്ക് എത്തുന്നു. അതിനുശേഷം നമ്മുടെ സംവിധാനം എങ്ങനെ പ്രവർത്തിച്ചു എന്നത് പ്രധാനപ്പെട്ടതാണല്ലോ. അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. ഒരു വനിതാ ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ഒരു സംഘം രൂപീകരിക്കുന്നു. ഇപ്പോൾ തന്നെ, ഇന്ന് തന്നെ അവർ നൽകിയിട്ടുള്ള പ്രതികരണത്തിൽ നിന്ന് 2 പ്രതികൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കും എന്ന് അടക്കം പറയുമ്പോൾ കൃത്യമായി ഈ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, അവർ ശിക്ഷിക്കപ്പെടും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ടോ? അല്ല, അത്തരത്തിൽ പറഞ്ഞു വെക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ഞാൻ തീർച്ചയായും കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇതേ കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 2 സർക്കാരുകൾ നമുക്ക് ഇപ്പൊ വാളയാറിലും വണ്ടിപ്പെരിയാറിലും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അന്വേഷണവും, അതല്ലെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള കൊട്ടിഘോഷിക്കലുകൾ നടന്നു. പക്ഷേ ഈ 2 കേസുകളെ സംബന്ധിച്ചും വലിയ പാളിച്ചകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കേരളത്തിലെ പൊതുസമൂഹത്തിനില്ല. ഇപ്പൊ ഈ പറഞ്ഞ ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും വലിയ ഹൈപ്പും വലിയ ധൃതിയും വലിയ രീതിയിലുള്ള മീഡിയ അറ്റൻഷനും ഒക്കെ, അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിലെ സ്ത്രീപക്ഷത്തിന്റെ വലിയ മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വാഗ്വാദങ്ങളൊക്കെ നടന്നു. പക്ഷേ ഇതിന്റെയൊക്കെ ട്രയലിലേക്ക് കടക്കുമ്പോൾ, അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ പ്രതിയുടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ പരിഗണിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക്, അതിനൊക്കെ അനുസരിച്ച് സർക്കാർ
മൂളുകയും സർക്കാർ ചലിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കാണുന്നുണ്ട്. അത് ഏറ്റവും നിരാശകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ആലുവയിലെ കേസുമായി ബന്ധപ്പെട്ട് ആലുവയിൽ അന്യസംസ്ഥാന തൊഴിലാളി ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കേസ് ഉണ്ടായപ്പോൾ എത്ര പെട്ടെന്നാണ് അന്വേഷണം നടന്നത്. അപ്പൊ നമ്മുടെ പോലീസിന് സംവിധാനങ്ങളില്ലാഞ്ഞിട്ടല്ല, പോലീസിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ പലപ്പോഴും പ്രതിക്ക് ജാതി ഉണ്ടാകുമ്പോൾ, മതം ഉണ്ടാകുമ്പോൾ, രാഷ്ട്രീയം ഉണ്ടാകുമ്പോൾ അത്തരത്തിലൊന്നും മുന്നോട്ട് പോകാനുള്ള കഴിവും കെൽപ്പും ഈ സർക്കാരിന് ഇല്ല എന്ന് പലതവണ തെളിയിച്ചതാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം.